ഹലോ, നല്ല ചൂടായിട്ട് ഈ മോൾഡിലോട്ട് ഒഴിക്കണ എന്താണെന്ന് മനസ്സിലായോ? കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും. ഇത് നമ്മുടെ ആര്യവേപ്പും തുളസിയുടെ സോപ്പാണ്. അപ്പം അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം അതിനായിട്ട് ആവശ്യത്തിനുള്ള തുളസിയും വേപ്പമൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കണം, നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് അതിനെ നന്നായിട്ട് പിഴിഞ്ഞ് ജ്യൂസാക്കി എടുക്കണം. അപ്പം ഞാൻ അത്രയും തുളസിയിലെടുത്തിട്ട് അരച്ച് ജ്യൂസ് എനിക്ക് ഇത്രയാണ് കേട്ടോ കിട്ടിയത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതാണ് സോപ്പിൻ്റെ ബേസ്. ഞാനിത് ഷിയ ബട്ടറിൻ്റെ ബേസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ബേസ് 290 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് കേട്ടോ. അപ്പം കണ്ടോ, ഇത് 290 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. 1 കിലോയുടെ ബേസാണ് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റിയുള്ള ബേസാണ്. ഇതിൽ വില കുറച്ചുള്ള ബേസുകളും കിട്ടും. പക്ഷെ അത് ചെയ്യുമ്പോഴത്തേക്ക് കുറഞ്ഞ ബേസ് വാങ്ങി ചെയ്യുമ്പം അത് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും അലർജി ഉണ്ടാക്കുക, അല്ലെങ്കിൽ സോപ്പ് നല്ല ശരിയായി വരെ ഒന്നും ചെയ്യത്തില്ല. സോപ്പ് ഒരുമാതിരിയൊക്കെ ഇങ്ങനെ കട്ടിയാവാണ്ടൊക്കെ ഇരിക്കും. അപ്പം ഷിയ ബട്ടറിൻ്റെ ബേസ് എന്ന് പറയുമ്പം നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, നല്ല കട്ടിയും കിട്ടും. അത് കഴിഞ്ഞിട്ട് വേണ്ടത് നീം തുളസിയുടെ സ്മെല്ലാണ്. നമ്മുടെ വേപ്പിൻ്റെയും തുളസിയുടെയൊക്കെ ഒരു ടൈപ്പ് സ്മെല്ലാണ്. ഇത് 90 രൂപയാണ് വില വരുന്നത്. നല്ല സ്മെല്ലാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സ്മെല്ലാണ്. അത് കഴിഞ്ഞിട്ട് വേണ്ടതാണ് മോൾഡ്. ഇതൊരു 100 ഗ്രാമിൻ്റെ സ്ക്വയറിൻ്റെ മോൾഡാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ടൈപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ സിലിക്കോണിൻ്റെ മോൾഡാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് സോപ്പ് ഇളക്കിയെടുക്കാനും പിന്നെ നമുക്ക് സോപ്പ് ഇളക്കാനായിട്ട് വേറെ ഒരു ആവശ്യമൊന്നുമില്ല. ഈ മോൾഡിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബേസ് ഒന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നമ്മൾ അതിൽ വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് വേണം നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഡയറക്റ്റ് വെള്ളത്തിലിടുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് പാത്രത്തിൽ വെച്ച് ചൂടാക്കുകയോ ചെയ്യാൻ പാടില്ല. ഒരു കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണ് വേറൊരു പാത്രത്തിൽ ബേസ് വെച്ച് ചൂടാക്കാനായിട്ട്. അത് ഇതുപോലെ നല്ല മെൽറ്റായിട്ട് ഒരു ക്രീം പോലെ വരും. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന എന്ത് മിക്സാണോ അത് ഉപയോഗിക്കാനായിട്ട്. നമുക്ക് വേപ്പിൻ്റെ ആണെങ്കിൽ വേപ്പിൻ്റെ ജ്യൂസ് എടുക്കുക, പിന്നെ കറ്റാർവാഴയാണെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ലോ അതിൻ്റെ ജ്യൂസോ എടുക്കുക. അപ്പോൾ മഞ്ഞളാണെങ്കിൽ അതിൻ്റെ നല്ല ശുദ്ധമായിട്ടുള്ള പൗഡറോ അതിൻ്റെ ജ്യൂസോ എടുക്കുക. അപ്പോൾ നമ്മൾ ഏത് ടൈപ്പ് സോപ്പാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ജ്യൂസോ പൗഡറോ ഒക്കെ ചേർത്തിട്ട് ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ അതിന് ഇതിലൊഴിച്ചിട്ട് കണ്ടോ, ഇതാണ് നാച്ചുറലായിട്ടുള്ള കളറാണ്. ഞാനിതിൽ വേറെ കളറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സ്മെല്ല് ഉപയോഗിക്കണം കേട്ടോ. അപ്പം നമുക്ക് ഓവറായിട്ട് സ്മെല്ല് വേണ്ട, ഇതിന് ഒരളവുണ്ട്. അപ്പോൾ ആ ഒരു അളവ് സ്മെല്ല് ഒഴിക്കുക. നമുക്കത് കലക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനുള്ള സ്മെല്ല് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അതും കൂടെ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഈ മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് 100 ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ. അപ്പം നമുക്ക് സോപ്പ് എത്ര ഗ്രാം ഉണ്ടെന്ന് അളന്ന് നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇതിലൊഴിക്കുമ്പോൾ ഇത് 100 ഗ്രാം സോപ്പിൻ്റെ മോൾഡാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സോപ്പ് തന്നെയാണ്. 75 ഗ്രാമോ 80 ഗ്രാമോ ഒന്നുമല്ല, 100 ഗ്രാമിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള നല്ല തുളസിയുടെയും ആര്യവേപ്പിൻ്റെ സോപ്പാണ്. അപ്പം ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓരോ മോൾഡും 6 സോപ്പ് ഉണ്ടാക്കാനുള്ള പാകത്തിനാണുള്ളത് കേട്ടോ. ഒറ്റ സ്റ്റെപ്പിന് നമുക്ക് 6 സോപ്പ് വരെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നീട് എൻ്റെ കയ്യിൽ ഒരു ചെറിയ മോൾഡുണ്ട്. ഇത് 50 ഗ്രാമിൻ്റെ മോൾഡാണ്. ഇതിനകത്ത് ഏകദേശം 20 സോപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ചെറിയ 50 ഗ്രാമിൻ്റെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ബാക്കി ഇരുന്നത് ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനും കുട്ടികൾക്കും എല്ലാവർക്കും നല്ല സോപ്പാണ് കേട്ടോ.